ക്ലിയർ സ്കിൻ കിട്ടണം, ഗ്ലാസ് സ്കിൻ കിട്ടണം, സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷനും ടാനും അൺഈവൺ ആയിട്ടുള്ള സ്കിന്നൊക്കെ മാറി ഒരു ഈവൺ സ്കിൻ ടോണിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിൻ്റെ ഡ്രൈനെസ്സൊക്കെ മാറ്റി നല്ല ഗ്ലോ ആവണം എന്നൊക്കെ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? അതിന് ശരിക്കും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഷാന. അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ പല രീതിയിലുള്ള പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ചിലവർ പറയും ഞാൻ ഇതുവരെ പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഇത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല, എൻ്റെ സ്കിന്നിനൊന്നും ചെയ്യാറില്ല എന്ന്. അതുകൊണ്ട് ഒരു കാര്യമില്ല, നമ്മളത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് അറിയില്ലെങ്കിലും അത് പതിയെ നമുക്കൊരു 40+ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മളുടെ സ്കിന്ന് അത്രയും ഡ്രൈ ആയും ഡാമേജ് ആയും പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് കുറേ പാക്കുകൾ മാത്രം, നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് പാക്ക് നമ്മൾ ഹോംലി വീട്ടിൽ തന്നെ ചെയ്യുന്ന ഒത്തിരി പാക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ പ്രായത്തിനനുസരിച്ചും ഓരോ സ്കിന്നിൻ്റെ പ്രശ്നത്തിനനുസരിച്ചുള്ള റൊട്ടീൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. കൂടാതെ നമ്മൾ എടുക്കുന്ന ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണോ എന്നുള്ളതും കൂടി കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുക. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസ്, CTM ചെയ്യണം. മോർണിംഗിൽ CTM, അതുപോലെ തന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നൈറ്റ് കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഒരു ആൻറ്റി ഏജിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊളോജിൻ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനുള്ള സിറം, കൊളോജിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ക്രീമുകൾ, ഇതെല്ലാം ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ആ ഒരു രീതിയിൽ നമ്മളൊരു ഹെൽത്തി ആയിട്ട് നമ്മളുടെ സ്കിൻ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫ് ടൈമിലേക്ക് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ക്ലിയർ സ്കിന്നായിട്ടും കിട്ടത്തുള്ളൂ. അല്ലാതെ നമ്മൾ കുറച്ച് പാക്കുകൾ മാത്രം ഉപയോഗിച്ചത് കൊണ്ട് നമുക്കൊരു ക്ലിയർ സ്കിൻ കിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്കിൻ കെയർ ഫോളോ ചെയ്യുക. താങ്ക് യു.